നമ്മൾ അന്വേഷണത്തിൽ കണ്ടെത്തേണ്ട ഒരു കാര്യമാണ്. ഇതിനോട് കൂട്ടി വായിക്കേണ്ട 2-3 കാര്യങ്ങൾ കൂടെ ഞാൻ പറയാം. ഈ കൈരളി ചാനലിൽ ഇവരെ വളരെ സ്വഭാവഗതി ചെയ്യുന്ന രീതിയിലൊരു വാർത്ത വന്നു, വളരെ പെട്ടെന്ന്. 7 മണിക്കോ 7:15 ആണെന്ന് സമയം എനിക്കറിയില്ല. എൻ്റെ വൈഫ് എന്നെ വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ കൈരളി ചാനലിൽ വാർത്ത വന്നിട്ടുണ്ട്, വരുന്നുണ്ടെന്ന് ആരോ അവരെ വിളിച്ചു പറഞ്ഞു. ആ ചാനലിലെ ചെയർമാൻ മമ്മൂട്ടിയാണ്. ഈ കൈരളി ചാനലിൽ വന്ന വാർത്തയുടെ ഒരു ഫോട്ടോ കോപ്പിയാണ് മുഖ്യമന്ത്രി നടത്തിയ അന്നത്തെ പ്രസ്താവന. ഏത് സ്ത്രീ ആണെങ്കിലും നടപടിയെടുക്കും എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് ഡ്രൈവറോടോ മുൻ ഡ്രൈവറോടോ അങ്ങനെയൊക്കെ എന്നുള്ള രീതിയിൽ അതിൻ്റെ കോപ്പി ഞാൻ എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. അങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം വന്നത്. ഇതിൻ്റെ പിന്നാലെയാണ് കോടിയേരി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രി, ഇക്കാര്യങ്ങളൊക്കെ അറിയാവുന്ന പാർട്ടി സെക്രട്ടറിയുടെ മറുപടി വരുന്നത് ഒറ്റപ്പെട്ട സംഭവമാണ്. അപ്പോൾ ഇതിനെ ഇതിനെ ഞാനൊന്ന് ബന്ധിപ്പിക്കാൻ ശ്രമിച്ചപ്പോഴാണ് എൻ്റെ സംശയം ശക്തിപ്പെട്ടത്. ഇനി ഈ പ്രതി കീഴടങ്ങിയ രീതി, പ്രതിയെ പിടിച്ചതിനെ ഞാൻ എതിർക്കുന്നൊന്നുമില്ല, പ്രതിയെ പിടിച്ചത് നന്നായി. ഒരു കൊടും ഭീകരനെ പിടിക്കട്ടെ, ഇങ്ങനെ വെടിവെച്ചോ എങ്ങനെയും പിടിക്കട്ടെ. അതിൻ്റെ ഒരു രീതി, എറണാകുളം മഹാരാജാസ് കോളേജിൽ പഠിച്ച ഒരാളാണ്. ഈ കോടതിയിൽ ഞാനൊരു 6 മാസം ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള, 1 വർഷം ഞാൻ പ്രാക്ടീസ് ചെയ്തതിൽ 6 മാസക്കാലം ഈ കോടതി കൂടെ നടന്നിട്ടുള്ള ആളാണ്. കോടതി പുതിയ ബിൽഡിങ്ങും എനിക്കറിയാം. ഈ കോടതിയുടെ മുന്നിൽ കൂടെ മാത്രം ഈ പ്രതി വരും എന്ന് വിചാരിക്കാൻ മാത്രം വിഡ്ഢികളാണോ കേരള പോലീസ്? ആകെപ്പാടെ ഈ കോടതിയുടെ പുറയിൽ കൂടെ വരാവുന്ന 2 മാർഗ്ഗങ്ങളുണ്ട്. ഒന്ന്, മഹാരാജാസ് കോളേജിൻ്റെയോ ലേഡീസ് ഹോസ്റ്റലിൻ്റെയോ മതിൽ ചാടിക്കിടക്കണം. അതല്ലെങ്കിൽ എറണാകുളത്തപ്പൻ ക്ഷേത്രത്തിൻ്റെ മതിൽ ചാടിക്കിടക്കണം. ഈ 2 മതിലിൻ്റെ അടുത്ത് എന്തുകൊണ്ട് 1-2 പോലീസ് നിന്നില്ല? ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ പ്രതി കയറിയിരിക്കുന്നത് ജഡ്ജിമാർ മാത്രം ഉപയോഗിക്കുന്ന ഒരു ലിഫ്റ്റിലാണ്. ആ ലിഫ്റ്റ് 1-ാം നിലയിൽ ആണ് മജിസ്ട്രേറ്റ് ഇല്ലാത്തത്, ചേംബറിലേക്ക് പോയി. ആ സമയത്ത് വക്കീലന്മാർ പറഞ്ഞത് ശരിയാണെങ്കിൽ അത് വെരിഫൈ ചെയ്യേണ്ടതാണ്, സബ്ജക്റ്റ് ടു കറക്ഷൻ. 2-ാം നിലയിലും 3-ാം നിലയിലും ഇതേപോലെ ഉത്തരവാദിത്തപ്പെട്ട കോടതികളുണ്ട്. ആ കോടതികളിലേക്ക് ഈ പ്രതി പോയിട്ടില്ല. 1-ാം നിലയിൽ നിന്ന് പ്രതിയെ പിടിച്ചാൽ പുറത്തോട്ട് ഇറക്കിക്കൊണ്ട് പോകാൻ എളുപ്പമുള്ളത് കൊണ്ടാണോ അവിടെ ഇറങ്ങിയതും എന്നുള്ളത് പിന്നത്തെ ഒരു പ്രശ്നമാണ്. ഇനി ആ കാര്യങ്ങൾ പോട്ടെ. തമിഴ്നാട് രജിസ്ട്രേഷനുള്ള പൾസർ സുനിക്ക് വരാൻ വേണ്ടി പൾസർ ബൈക്ക് തമിഴ്നാട് രജിസ്ട്രേഷൻ കോയമ്പത്തൂരിൽ നിന്ന് ഇങ്ങനെ പുറപ്പെട്ട് വരികയാണ്. സിനിമയിലൊക്കെ കാണുന്നല്ലോ, ഇടയ്ക്കിടയ്ക്ക് കണ്ട് ഇങ്ങനെ വരുവാണ് നേരെ എറണാകുളം കോടതിയിൽ കീഴടങ്ങാൻ. ഇത്രയും ഗൗരവതരമായി കേരളം മുഴുവൻ വല വിരിച്ചിരിക്കുന്ന ഒരു പ്രതി കോയമ്പത്തൂർ മുതൽ ഇവിടം വരെ ഇങ്ങനൊരു ഈ പട്ടാപ്പകൽ ഇങ്ങനെ വന്നു എന്ന് വിശ്വസിക്കാൻ എങ്ങനെ കഴിയും? ഇത് പോലീസിൻ്റെ ക്യാമറകളിലോ അല്ലെങ്കിൽ പോലീസിൻ്റെ നിരീക്ഷണത്തിലോ ഹൈവേ പെട്രോളിങ്ങിലോ ഒന്നിലും കണ്ടെത്തിയിട്ടില്ല. ഇനി രണ്ടാമത്തെ എൻ്റെ സംശയം, എന്തുകൊണ്ട് പാലക്കാട് മുതലുള്ള ഡസൻ കണക്കിന് കോടതികൾ ഉള്ള ഒരിടത്തും ഈ പ്രതി കീഴടങ്ങിയില്ല? ഇതോടനുബന്ധിച്ച് വായിക്കേണ്ട ഒരു കാര്യമുണ്ട്. തലേ ദിവസം ഒരു വനിതാ അഭിഭാഷക തിരുവനന്തപുരത്ത് എന്ന്, ഇയാൾ തിരുവനന്തപുരം സൈഡിലാണ് കീഴടങ്ങാൻ പോകുന്നത് എന്നൊരു പ്രതീതി ജനിപ്പിച്ചതായി ഒരു വാർത്ത പുറത്തു വന്നു. നെടുമങ്ങാട് കോടതിയിൽ ഉൾപ്പെടെ പോലീസ് ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ തൃശ്ശൂർ കോടതിയിൽ കീഴടങ്ങും എന്നൊരു പ്രതീതി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കോടതിയിലേക്ക് മാത്രം ഇങ്ങനെ വന്ന് ഈ പ്രതി യാതൊരു പ്രയാസമില്ലാതെ എങ്ങനെ ഈ പ്രതി ഇവിടെ കീഴടങ്ങുന്നത്? പോലീസിനൊരു ക്രെഡിറ്റ് വേണം, കാരണം തീർച്ചയായിട്ടും ഏത് കേസിനും പോലീസിന് ക്രെഡിറ്റ് വേണം. അപ്പം ഏത് സാഹചര്യത്തിലാണ് ഞാൻ പ്രതിയെ പിടിച്ചതിനെ പറ്റി ഒന്നും പറയുന്നില്ല. ഞാൻ പോലീസിൻ്റെ നടപടി വളരെ ദുരൂഹമാണ് എന്ന് പറഞ്ഞപ്പം പി.ടി. തോമസ് പ്രതിക്ക് അനുകൂലമാണെന്ന് ചില പ്രസ്താവന ഇറക്കിയ ആളുകളാണ്. കാരണം തുടക്കം മുതൽ ഇതിൽ വളരെ ആത്മാർത്ഥമായി എൻ്റെ സ്വന്തം സഹോദരിക്ക് ഉണ്ടാകുന്ന ഒരു ദുഃഖം പോലെ ആ കൂടെ നിന്ന ഒരാളാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ കൂടെ നിന്നാൽ ആക്ഷേപവും പഴിയും അല്ലെങ്കിൽ ഇതൊക്കെയാണ് കേൾക്കുന്നതെന്നതിൻ്റെ സൂചനയാണ്. ചിലരൊക്കെ അവിടെ ഇവിടെയൊക്കെ സംശയിച്ചൊക്കെ ആണെങ്കിലും ആനത്തലം വട്ടം ആനന്ദനും MP ആയിരുന്ന രാജേഷും ഒക്കെ ആ തരത്തിൽ ചില ദുസൂചന കൊടുക്കും. ഞാൻ ഈ വിവരം പബ്ലിക്കിൻ്റെ മുമ്പിൽ പറയുകയും ആദ്യമായി ഒരു ചാനൽ എന്നെ ചർച്ചയ്ക്ക് വിളിക്കുകയും ചെയ്തപ്പം പോലും ഒരു സിംഗിൾ വാക്ക് പൊളിറ്റിക്കലായിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല. മുഖ്യമന്ത്രിയെ കുറ്റപ്പെടുത്തിയിട്ടില്ല, പോലീസിനെ കുറ്റപ്പെടുത്തിയിട്ടില്ല, എല്ലാം നല്ല നിലയിൽ നടക്കുന്നു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ ആയിരുന്നു നിലപാട്. ഒരാൾ ഞാൻ സംശയം പറഞ്ഞിട്ടില്ല. ഇപ്പം ഇതെല്ലാം പറയാൻ തോന്നുന്നു. ഇനി ഏറ്റവും അവസാനം ഇന്നലെ ഈ കേസിൻ്റെ പ്രതിയെ 24 മണിക്കൂർ ആലുവ പോലീസ് ക്യാമ്പിൽ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ആ ചോദ്യം ചെയ്യൽ തീരുന്ന കോടതിയിൽ ഹാജരാക്കി എപ്പോഴോ അതിനടുത്തോ കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയുള്ള കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കോഴിക്കോട് പ്രഖ്യാപിച്ചിരിക്കുന്നു, ഇതിൽ ഗൂഢാലോചന ഇല്ല. ഇനി എന്താ? കേസ് തീർന്നു.
കേരള പോലീസിന്റെ ഭാഗത്ത് സുനിയുടെ മൊഴി അതേപോലെ തന്നെ വിശ്വസിച്ച് കേസ് അവസാനിപ്പിച്ചിരിക്കുന്നു. അങ്ങനെ ഒരു സാഹചര്യം അങ്ങനെ കൂടെ ചിലപ്പോൾ അവസാനിപ്പിക്കാം. പക്ഷെ പോലീസ് അത് പറഞ്ഞില്ല എന്നുള്ളത് അത്ര പിണറായി വിജയനെ പോലൊരു മുഖ്യമന്ത്രി ഗൂഢാലോചന ഇല്ല, ഗൂഢാലോചന ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പിന്നത്തെ കാര്യം. അത് ആരാ പറയേണ്ടത്, ആരാ കണ്ടെത്തേണ്ടത്? ഇനി വേറൊരു കാര്യം പോലീസിന് നൽകുന്ന ഒരു സന്ദേശമാണ്. പോലീസിന് നൽകുന്ന സന്ദേശമാണ് ഇവിടെ അവസാനിപ്പിച്ചോളണം, ഇവിടെ അവസാനിപ്പിച്ചോണം. ഗവൺമെൻറ്റിൻ്റെ നിലപാട് ഇതാണ്, ഇവിടെ അവസാനിപ്പിച്ചോണം. കാരണം പിണറായിക്ക് പല ചങ്കുണ്ടെന്ന് പറയുന്നല്ലോ. അപ്പോൾ അത് കേട്ട് പാവം പോലീസ് ഉടനെ ഇത് അവസാനിപ്പിക്കണം. ഇന്ത്യയിൽ പള്ളിക്കൂടത്തിൽ പോകാത്ത ഒരു മുഖ്യമന്ത്രി പോലും ഇത്രയും ഗൗരവതരമായ ഒരു കേസിൻ്റെ നടുവിൽ ഈ കേസിനെ പറ്റി ഇത്തരം ഒരു അഭിപ്രായ പ്രകടനം നടത്തില്ല. അത് പ്രതിയെ സഹായിക്കാൻ തന്നെയാണ്. ഏതായാലും മുഖ്യമന്ത്രിയുടെ ഈ പ്രസ്താവന പോലീസിൻ്റെ മനോവീര്യം കെടുത്തുമെന്ന് മാത്രമല്ല, കോടതിയിൽ നിന്ന് വീണ്ടും ഇന്നോ നാളെയോ ചിലപ്പം കസ്റ്റഡി കിട്ടുമല്ലോ, അപ്പം നടത്തുന്ന എല്ലാ ചോദ്യം ചെയ്യലും ഇതിനെ ആശ്രയിച്ചായി പോവും.